എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? വേദന നമുക്ക് ആർക്കും കാണാൻ പറ്റില്ല. വേദന അനുഭവിക്കുന്ന ആൾക്കാരേ ഉള്ളൂ. അതുകൊണ്ട് വേദന ഉണ്ടായോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മുൻകാല അനുഭവങ്ങളിൽ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഷുക്കൂർ വധക്കേസിലായിരുന്നു എന്ന് തോന്നുന്നു, പി ജയരാജനും ബോധക്കേട് വന്നിട്ട് ആംബുലൻസിലായിരുന്നു പിന്നെ കുറെ കാലം യാത്ര. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം വന്നപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ശങ്കർദാസ് പിന്നെ ഹോസ്പിറ്റലായിരുന്നു കുറച്ചു കാലം. അപ്പൊ അങ്ങനെ കുറെ പേർക്ക് ഇങ്ങനെ വരും. അപ്പൊ ഇവരുടെ വേദനയൊന്നും അളക്കാൻ പറ്റുന്ന മെഷീനൊന്നും നമുക്കില്ല, നമുക്കറിയാം. യാത്ര ചെയ്യാൻ പാടില്ലാത്ത ഇത്രയും ഗുരുതരമായിട്ടുള്ള ICUവിൽ കിടക്കേണ്ട രോഗി എന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ നിരന്തരം ഇറക്കിക്കൊണ്ടിരുന്ന മന്ത്രി എന്തുകൊണ്ടാണ് ഇന്ന് വെളുപ്പിന് 4 മണിക്ക് അവിടുന്ന് ഇന്നോവ കാറിൽ 1,500 കിലോമീറ്റർ തെക്കോട്ട് യാത്ര ചെയ്തത്? ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി, എന്തുകൊണ്ടാണ് ഒരു എയർ ആംബുലൻസ് ഉപയോഗിക്കണ്ടേ? ഇവരെ കിടത്തിക്കൊണ്ടുപോകണ്ടേ? ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിടത്തിക്കൊണ്ടുപോയ മന്ത്രി ഇത്രയും ഗുരുതരമായിട്ടുള്ള ഇഞ്ചുറി കണ്ടെത്തിയതിനു ശേഷം ഈ തീരാവേദനയിൽ പിടയുന്നു എന്ന് CPM നേതാക്കന്മാർ വിലപിക്കുന്ന സമയത്ത് ഈ മന്ത്രി വെളുപ്പാങ്കാലത്ത് ആളുകൾ ആരും കാണാതെ ഇന്നോവ കാറിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നതിന്റെ അത് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ? അപ്പൊ ഇവര് പറയുന്നത് കള്ളമാണോ അഭിനയമാണോ എന്നുള്ള സംശയം ഉണ്ടാകും. ആ സംശയം ബലപ്പെടുന്ന രീതിയിലാണ് ഈ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ഓരോ സംഭവം. 7:30 ശനിയുടെ ആരംഭമാണെന്ന് കരുതിയാ മതി. കാരണം 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിന് മുമ്പ് എൻട്രൻസിൽ വെച്ചുണ്ടായ കരിങ്കൊടി പ്രതിഷേധത്തിന് ശേഷം 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് അവർ നടന്നു വരുന്ന സമയത്ത് പോലീസുകാർ മാധ്യമ പ്രവർത്തകരോട് പറയുന്ന ഒരു വാക്കുണ്ട്, മന്ത്രിയെ പ്രകോപിപ്പിക്കില്ലേ, മന്ത്രിയെ പ്രകോപിപ്പിക്കില്ലേ എന്ന്. മന്ത്രിയെ പ്രകോപിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാധ്യമ പ്രവർത്തകർ ഒഴിഞ്ഞു മാറിയപ്പോൾ അവർ നടന്ന് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ട് ഓവർബ്രിഡ്ജ് കയറി 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിയതിനു ശേഷം AM ഷംസീറാണ് കണ്ടെത്തുന്നത്. കേരളത്തിൽ ഇപ്പൊ പുതിയൊരു സർജനാണ് AM ഷംസീർ. നോക്കി കണ്ടുപിടിക്കും. അതായത് കഴുത്തിൽ പരിക്ക്, ഗുരുതരമായ പരിക്ക് കശേരുക്കൾക്കുണ്ട് എന്ന് നോക്കി കണ്ടുപിടിച്ച ഷംസീറിന്റെ ഉപദേശപ്രകാരം മുഖ്യമന്ത്രി വിളിക്കുന്നു. വേദനയുണ്ടെന്ന് മന്ത്രി പറയുന്നു. അതുവരെ ഓർമ്മയില്ലാത്ത വേദന അപ്പം മന്ത്രിക്ക് വരുന്നു. വേദനയ്ക്ക് ശേഷം അവരെ പിന്നെ ആശുപത്രി കൊണ്ടുവന്നു, പിന്നെ സ്ട്രെച്ചറിൽ കിടത്തുന്നു, ICUവിൽ കിടത്തുന്നു. പിന്നെ ഇത് മൊത്തം വേറെ രീതിയിലായി. നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി കലാപാഹ്വാനം നടത്തുന്നു, കലാപം നടക്കുന്നു, ബോംബേർ നടക്കുന്നു, വലിയ ബഹളം. ഇതെല്ലാം കഴിഞ്ഞപ്പോ മന്ത്രിക്ക് ഗുരുതരമായ അവസ്ഥയാണെന്ന് പറയുന്നു. മന്ത്രിയുടെ ആ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് നഴ്സുമാർ ചുറ്റും നിന്നിട്ട് സെൽഫി എടുത്ത് പുഞ്ചിരി വന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞാട് ഇതൊന്നും എല്ലാം ശേഷം ഇന്നലെ രാത്രി നമ്മൾ അറിയുന്നത് ഗുരുതരാവസ്ഥയിൽ തുടരുന്ന മന്ത്രി. ഞാൻ വിചാരിച്ച ഈ മിന്നാരം സിനിമയിലെ ശോഭനയ്ക്ക് മരുന്നെത്തിക്കുന്നത് പോലെ അമേരിക്കയിൽ നിന്ന് വല്ല പ്രത്യേക മരുന്ന് എത്തിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് പോലും നമ്മൾ സംശയിക്കുന്ന ഗതികേടില് അത്രയും ഗുരുതരാവസ്ഥയിൽ നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി കിടക്കുന്നു. ഇത്രയും ഗുരുതരാവസ്ഥയിലായ മന്ത്രി എങ്ങോട്ട് പോയി? മന്ത്രിക്ക് ആരാണ് ഈ വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് ഡിസ്ചാർജ് കൊടുത്തത്? കേരളത്തിലെ ആശുപത്രിയിൽ വെളുപ്പിന് 4 മണിക്ക് ഡിസ്ചാർജ് കൊടുക്കുന്ന പദ്ധതി ഉണ്ടോ? ഭരണത്തിന്റെ പിഴവോ അല്ലെങ്കിൽ ആരോപണങ്ങളോ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നത് ആ വ്യക്തിയോടുള്ള വ്യക്തിപരമായ വെല്ലുവിളി അല്ല എന്നൊരു കാര്യം ഇനിയെങ്കിലും വീണ ജോർജ് എന്ന മന്ത്രിയെ ആര് പറഞ്ഞ് മനസ്സിലാക്കുമെന്നുള്ള ഒരു കാര്യമാണ്. 7:30 ശനിയുടെ ആരംഭമാണെന്ന് കരുതിയാ മതി. കാരണം തനിക്കെതിരെ വരുന്ന ഓരോ മുദ്രാവാക്യത്തെയും ഓരോ പ്രതിഷേധത്തെയും വളരെ വ്യക്തിപരമായി എടുക്കുകയും അത് ഒരു ഡ്രാമ കാണിക്കാനുള്ള അല്ലെങ്കിൽ തന്റെ ധൈര്യം കാണിക്കാനുള്ള തന്റെ അധികാരത്തിന്റെ ഹുങ്ക് കാണിക്കാനുള്ള ഒരു അവസരമായിട്ട് വീണ ജോർജ് എടുക്കുന്നത്. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം. ഈ സംഘടനാ പാരമ്പര്യം അല്ലെങ്കിൽ ജനാധിപത്യ രീതിയെ കുറിച്ച് അടുത്ത് മനസ്സിലാക്കാത്തത് കൊണ്ട് മാത്രമാണ്. ഇവിടെ KSUക്കാർ 4-5 KSUക്കാർ 35ഓളം പോലീസുകാരെ ആണ് അവിടെ സംഘർഷം ഉണ്ടായിരിക്കുന്നത്. വീണ ജോർജിന്റെ അദ്ദേഹത്തിന്റെ അടുത്ത് പോലും അവരെത്തിയിട്ടില്ല എന്നുള്ളതാണ്. എനിക്കൊന്നും അറിയാൻ മേലടോ, എന്റെ തല ചുറ്റുന്നു. ഇവിടെ ഡിവൈഎഫ്ഐയുടെ നേതാവ് ഉൾപ്പെടെയുള്ളവർ നമ്മളെ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ നേതൃത്വവും KSU സംസ്ഥാന കമ്മിറ്റിയും തിരിച്ച് വെല്ലുവിളിക്കുകയാണ്. ഇതൊക്കെ കയ്യോടെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ നീയൊക്കെ വഷളായി നാടിനും വീടിനും കൊള്ളണം. ഇവിടെ എല്ലാ തരം മാധ്യമങ്ങൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഇടതുപക്ഷത്തെ CPMന്റെ എല്ലാ അജണ്ടകൾക്കും ഒരു മര്യാദ നോക്കാതെ പിന്തുണ കൊടുക്കുന്നവർ വരെ അവിടെ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു രംഗം ദ്രോഹി മനഃപൂർവ്വം ചെയ്യുന്നതാണ്, അത് സൂം ചെയ്തോ കട്ട് ചെയ്തോ ഏതെങ്കിലും ഒരു രംഗം ഏതെങ്കിലും സെക്കൻഡുകളെങ്കിലും കണ്ണൂർ ജില്ലയിൽ ഇന്ന് കരിങ്കൊടി കാണിച്ച KSU പ്രവർത്തകര് വീണ ജോർജ് എന്ന മന്ത്രിയുടെ തൊട്ടടുത്ത് എത്തുകയോ? പക്ഷേ ഓരോ തവണ രക്ഷപ്പെടുമ്പോഴും ഒരിക്കൽ പിടിക്കപ്പെടും.
എന്ന് ഓർമ്മ വേണം. അദ്ദേഹത്തിന് ശാരീരിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഈ കാലഘട്ടമല്ലേ ഇത്രയ്ക്ക് ചാനലുകളും ക്യാമറകളുമുള്ള കാലഘട്ടത്തില് ഒരു നാടിനെ സംഘർഷത്തിലേക്ക് വെറുതെ ആഹ്വാനം ചെയ്ത് വിടുക എന്നതിനപ്പുറം എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല് കുണ്ടി കുത്തി വീഴും. ഒരു തെളിവ് കേരളത്തിന് മുൻപിൽ അവർക്ക് വെക്കാൻ പറ്റുമോ എന്ന് KSUക്കാർ ഇവിടെ വെല്ലുവിളിക്കുകയാണ്. ഇപ്പൊ പല വേഷത്തിലും പേരിലും നല്ല തറവാടുത്തുള്ള കള്ളികൾ ഇറങ്ങി. ഇവിടെ ഈ പറയുന്ന KSU പ്രവർത്തകര് സംഘർഷം ഉണ്ടാക്കി എന്ന് പറയുമ്പോ ശരിക്കും ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഒരു കരിങ്കൊടി പ്രതിഷേധത്തിൽ ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റുന്നത് ആർക്കാണെന്ന് നമ്മൾ നോക്കിയാൽ മതി. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ശരിക്കും ആ ദൃശ്യങ്ങൾ നിഷ്പക്ഷമായി യാതൊരു രാഷ്ട്രീയമില്ലാതെ ശരിക്കും ശാരീരികമായ വേദനയും ബുദ്ധിമുട്ടും ആ രംഗത്തില് ആ ദൃശ്യങ്ങളിൽ ആർക്കാണ് ഉണ്ടായെന്നൊന്ന് നമ്മൾ നോക്കിയാൽ തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. അവിടെ ശരിക്കും മൽപ്പിടുത്തം നടത്തേണ്ടി വന്നത് വീണ ജോർജിന്റെ ആവേശത്തെ, പാഞ്ഞടക്കുന്ന മന്ത്രിയെ തടയാൻ നോക്കിയ കുറച്ച് വനിതാ പോലീസുകാരും കുറച്ച് സുരക്ഷിത പോലീസുകാർക്കും അല്ലേ ശരിക്കും അവിടെ ഇന്ന് റെസ്റ്റ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ശാരീരിക വേദന അനുഭവിക്കേണ്ടത്. പറഞ്ഞേക്കാമായിരുന്നു. ഇത് മുഴുവൻ വട്ടന്മാരല്ലേ. അത്ര ശക്തിയായിട്ടല്ലേ, അത്രയും അക്രമാസക്തമായിട്ട് ആക്രോശിക്കുന്ന രീതിയിൽ, പാഞ്ഞടുക്കുന്ന രീതിയിലാണ് മന്ത്രി ആവേശവും പരാക്രമവും വിദ്യാർത്ഥി നേതാക്കൾക്കെതിരെ കാണിച്ചത്. ചുരുക്കി പറഞ്ഞ നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി. ഒരുപക്ഷെ AC റൂമിൽ അല്ലെങ്കിൽ ചാനൽ റൂമിൽ ഇരുന്ന് മാത്രം ശീലിച്ചത് കൊണ്ടായിരിക്കാം ഇത്രയും വലിയ രീതിയിലേക്ക് ആരോഗ്യ കേരളം കൂപ്പുകുത്തി ഒരു ബൂത്തില് ഒരു ചികിത്സാ പിഴവ് എന്ന രീതിയിലേക്ക് ആരോഗ്യ കേരളത്തെ ആക്കിയ കമ്മിറ്റി മീറ്റിംഗിൽ ഈ പ്രശ്നം ഞാൻ ഉന്നയിക്കും. അയ്യോ, അത്രയ്ക്കൊന്നും വേണ്ട. മന്ത്രിക്ക് നേരെ പ്രതിഷേധമുണ്ടാകും. അത് കരിങ്കൊടി പ്രതിഷേധമെല്ലാം ജനാധിപത്യ നാട്ടില് അടിസ്ഥാനപരമാണെന്ന് എന്തുകൊണ്ടാണ് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്നാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ, തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങി. കേരളം എന്ന് പറയുന്നത് രാജഭരണമല്ല, ജനാധിപത്യ നാടാണ്. അവിടെ വീണ ജോർജ് എന്ന മന്ത്രി ഒരു മഹാറാണിയുമല്ല. KSU പ്രവർത്തകര് കേരളത്തിൽ ഉടനീളം കരിങ്കൊടി പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും കൊണ്ട് നാളുകൾ മുഴുവൻ സമയം മന്ത്രിക്ക് പുറകിൽ തന്നെ ഉണ്ടാകും. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇതൊന്നും തങ്ങൾക്ക് പിന്തുണ എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയുടെ പിഴവ് കൊണ്ട്, ചികിത്സാ പിഴവ് കൊണ്ട്, അല്ലെങ്കിൽ ശസ്ത്രക്രിയ പിഴവ് കൊണ്ട് അനേകായിരം രോഗികള് അവരുടെ ജീവിതത്തിന്റെ ഗതി തന്നെ അട്ടിമറിച്ചിട്ട പരാജയത്തിൽ ആണ്ടുപോയ ഒരു ആരോഗ്യ വകുപ്പിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ കേരളത്തിന്റെ മുഴുവൻ പിന്തുണയുണ്ടാകും. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. ആ പ്രതിഷേധങ്ങളിൽ ഒരുപാടൊന്നും ആരോഗ്യമന്ത്രിയായ വീണ ജോർജിനെ അഭിനയിച്ച് തകർക്കേണ്ട ഗതികേട് ഉണ്ടാവില്ല. കാരണം ഉടൻ തന്നെ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർക്ക് കേരള ജനത റിട്ടയർമെന്റ് നൽകാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. ഇടതുപക്ഷത്തിന് പോലും റിട്ടയർമെന്റ് നൽകേണ്ട ഒരു ദിവസങ്ങളാണ് ഇനി വരാനുള്ളതെന്ന് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടാണ് എങ്ങനെയെങ്കിലും ചർച്ചകളെ, പുതുയുഗ യാത്രയുടെ ജനസ്വീകാര്യതയെ, ആരോഗ്യ വകുപ്പ് അമ്പെ പരാജയപ്പെട്ടതൊക്കെ മറയ്ക്കുന്നതിന് വേണ്ടി ഇത്രയും ചാനലുകള്, ദൃശ്യമാധ്യമങ്ങൾ സാക്ഷ്യം നൽകിയ ഒരു സംഭവത്തെ വളച്ചൊടിച്ച് എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാണ്. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണം. കോൺഗ്രസ് ഓഫീസുകൾ തകർത്ത് കുറച്ച് KSUക്കാരെ ആക്രമിക്കാമെന്നൊക്കെ ഒരു ചർച്ചയുടെ ഗതി മാറ്റിവിട്ട് അക്രമം അഴിച്ചുവിടാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് CPM-ന്റെയും DYFIയുടെയും SFIയുടെയും നേതൃത്വം കയ്യിൽ തന്നെ വെച്ചാൽ മതിയെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.